ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ബിഗിനേഴ്സ് ലെവൽ വീഡിയോ നമുക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് കൊണ്ടായിരുന്നു. അതിനുവേണ്ടി നിങ്ങൾ ബിഗിനറിന്ന് കമൻറ്റ് ഇടാനാണ് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ആൾക്കാരാണ് വീഡിയോ എൻ്റെ ഇന്ന് ടെലിഗ്രാമിൽ ഒന്ന് വാങ്ങിച്ച് പോയി കാണുന്നത്, മനസ്സിലായില്ലേ? അത് ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആണ്. ബാക്കി കുറേ ആൾക്കാർ വാങ്ങിക്കാത്തവരുണ്ട്. ആ മാക്സിമം എല്ലാവരും ഒന്ന് അത് ബൈ ചെയ്തെടുക്കാൻ നോക്കുക. എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെയാണ് തരണത്. നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ പല പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പല പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും ട്രേഡിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. ഇനിയിപ്പോൾ ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞവർ ഇന്നത്തെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്താലും മതി. ബിഗിനറിന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനറിന്ന് കമൻറ്റ് ചെയ്തിട്ട് നേരെ എൻ്റെ ടെലിഗ്രാമിൽ വരിക. അതിൽ ഞാൻ മിക്ക പോസ്റ്റിലും DM ചെയ്യാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഒരു യൂസർ നെയിം ഇട്ടിട്ടുണ്ട്. ആ യൂസർ നെയിം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റും, മനസ്സിലായി? ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയക്കുക, ഞാനത് വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഈ ഫ്രീ വീഡിയോയിൽ ഇറങ്ങിയേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഏതായിക്കോട്ടെ, ഇപ്പോൾ സെറോദി ആയിരിക്കാം, അപ്സ്റ്റോക്ക് ആയിരിക്കാം, ഗ്രോ ആയിരിക്കാം, അതെന്നായിരിക്കാം, ഏതാണെങ്കിലും ഇന്ത്യയിൽ വെക്കണ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് SL മെയിൻറ്റെയിൻ ചെയ്യുന്നത്, SL എങ്ങനെയാണ് ട്രെയിൽ ചെയ്യേണ്ടത്, എങ്ങനെ ഒരു ഓർഡർ എടുക്കാം. ഇനി ഓർഡർ എടുക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്, നിങ്ങൾ സ്ട്രൈക്ക് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്, അതൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത്. ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കുറേ വേർഡ്സാണ് അതിലുള്ളത്, കുറേ കാര്യങ്ങളാണ് അതിലുള്ളത്. OI ഡാറ്റ, OI ചേഞ്ച്, OI കൊണ്ട് എന്താണ് ഉപയോഗം, ഓപ്ഷൻ ചെയിൻ, ഓപ്ഷൻ ഗ്രീക്സ്, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അതൊക്കെ പറഞ്ഞേക്കണത്. നിങ്ങൾക്കത് തികച്ചും ഫ്രീ ആയിട്ട് ബൈ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഞാൻ അവിടെ ഫ്രീ ആയിട്ട് തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രേഡിംഗ് കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ബാക്കി പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ട്രേഡിംഗ് കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട്, അതായത് പേയ്മെൻറ്റ് അടച്ച് നിങ്ങൾ ചെയ്യണ കോഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ നോക്കുക, എക്സ്ട്രീം കാര്യങ്ങൾ അറിയാൻ നോക്കുക. ബേസ്മെൻറ്റ് സ്ട്രോങ് അല്ലാണ്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയിട്ട് ബിഗിനറിന്ന് കമൻറ്റ് ചെയ്യുക, ടെലിഗ്രാമിൽ വരിക, എൻ്റെ ഇന്ന വീഡിയോ ബൈ ചെയ്തെടുക്കുക, മനസ്സിലായില്ലേ? തികച്ചും ഫ്രീ ആണ്. പിന്നെയും പറയാം, ഇതെൻ്റെ ടെലിഗ്രാം ഫ്രീ ഗ്രൂപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാനല്ല, നമുക്ക് കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാനാണ്. ഞാൻ 2 ദിവസം മുമ്പത്തെ വീഡിയോയിൽ കൊണ്ടായിരുന്നു കോമൺ ആയിട്ട് ചെയ്യണ മിസ്റ്റേക്കുകൾ. അത് പലരും ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകളാണ്. നിങ്ങൾ പുതിയതൊരാൾ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫ്രീ ഗ്രൂപ്പിലായിക്കോട്ടെ പെയ്ഡിലായിക്കോട്ടെ, രണ്ടും ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻസ് മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്, അതായത് ഇൻഡെക്സ് ഓപ്ഷൻസ് മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങളത് ബൈ ചെയ്യണ സമയത്ത് ഇഷ്ടംപോലെ മിസ്റ്റേക്കുകളാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ പുതിയ കാരണം ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഞാൻ തരുന്ന പ്രൈസിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്തു, മെയിനായിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ. ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്തു എന്ന് വെച്ചാൽ ചാടിക്കറി എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അല്ല ഡെവലപ്പ് ചെയ്തേക്കണത്. നിങ്ങൾക്കൊരു ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ലോകത്തിൽ എവിടെയും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മെത്തേഡാണ്. നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് തോന്നും. നിങ്ങൾക്ക് മനസ്സിലാകായികല്ല. എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാണ്ടല്ല, നിങ്ങൾ അതിനുള്ള എഫേർട്ടുകൾ നിങ്ങൾ ഇടുന്നില്ല. ഇടുന്ന ആൾക്കാർ നല്ല രീതിക്ക് അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇന്നൊരു സൈഡ് വേസ് മാർക്കറ്റാണ്, പക്ഷെ എന്നാലും ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ്, അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാണ്ടാണ് നിങ്ങൾ ട്രേഡ് എടുക്കണത്. പിന്നെ പറഞ്ഞ മിസ്റ്റേക്കാണ് ലോട്ട് കൂടുതലെടുക്കുന്നത്. നിങ്ങൾ 10 ലോട്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ 20 ലോട്ട് എടുക്കുന്ന ആളായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ്ലി എല്ലാ ട്രേഡും എൻ്റെ ഒപ്പം നിങ്ങൾ ഈ സെയിം ലോട്ടിൽ എടുക്കാൻ പറ്റണം. എന്നാലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റിക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഭയങ്കര മിസ്റ്റേക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തരുന്ന സ്ട്രൈക്ക് അല്ലാണ്ട് വേറെ സ്ട്രൈക്ക് വേറെ ഗ്രൂപ്പൊന്നും നിങ്ങൾ എടുക്കുന്നുണ്ട്, അതിൽ ലോസ് വരുന്നുണ്ട്, പ്രോഫിറ്റ് വരുന്നുണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. മെയിനായിട്ടുള്ള പ്രോബ്ലമാണ് കേട്ടോ. നമ്മുടെ നിന്ന് കോഴ്സ് എടുക്കണം, നിങ്ങൾ ഫ്രീയിലേക്ക് കയറിയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് പല 10-100 ഗ്രൂപ്പ് ഉണ്ടാവും നിങ്ങൾക്ക് ഫ്രീന്ന് കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളതെടുത്തോ, പ്രോഫിറ്റിലായിക്കോ ആവണ്ട, അതെൻ്റെ വിഷയമല്ല. പക്ഷേ എൻ്റെ ഒപ്പം നിങ്ങൾ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റിലിരിക്കാൻ പറ്റണമെങ്കിൽ
നിങ്ങൾ ഞാൻ തരുന്ന ഫോർമാറ്റിലും ഞാൻ തരുന്ന കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ചാലാണ് പറ്റുള്ളൂ. അത് പറയാം, ഞാൻ പിന്നെയും പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പ് മാത്രം ഫോളോ ചെയ്താൽ മതി. അവിടെ ലോസ് അടിച്ചു ഇവിടെ വന്ന് ഇവിടെ പ്രോഫിറ്റ് അടിക്കും, ഇവിടെ ലോസ് അടിക്കുമ്പോൾ വേറെ ഗ്രൂപ്പിൽ പോയിട്ട് മൂന്നാമത്തെ ഗ്രൂപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ അഞ്ചാമത്തെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ 10ാമത്തെ ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങൾ പ്രോഫിറ്റ് എടുക്കാൻ നോക്കും. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ കിട്ടണത്, ഞാൻ പറഞ്ഞത് പ്രോഫിറ്റിൻ്റെ കാര്യമോ അല്ലെങ്കിൽ എൻട്രി പ്രൈസിൻ്റെ കാര്യം എന്നല്ല പറയണത്, ഇൻഫർമേഷൻ്റെ കാര്യമാണ് പറയണത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് ട്രേഡ് എടുക്കുമ്പോൾ ടൈം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടണേ അവിടെ നിങ്ങൾ നിന്നോ, ഒരു പ്രശ്നമില്ല. ചാടിച്ചാടി പോലെ ഒരിക്കലും നിങ്ങൾക്ക് ക്യാപിറ്റലും ഉണ്ടാവില്ല, പ്രോഫിറ്റും ഉണ്ടാവില്ല. നിങ്ങൾ ട്രേഡിങ് വർക്കും ചെയ്യും, വെറുതെ ബാക്കിയുള്ളവരെ തെറി വിളിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ് നടക്കാൻ പോണ കേസ്. അതിനേക്കാൾ ഭേദം നിങ്ങളൊരു ഗ്രൂപ്പിൽ കയറുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആളിനെ ഒരു മാസം ഫോളോ ചെയ്യേ. ഫ്രീ ഗ്രൂപ്പിൽ കയറുന്ന ആൾ നിങ്ങളൊരു മാസം ഫോളോ ചെയ്യേ. ആളെ ഇപ്പോൾ 2 ട്രേഡ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ 3 ട്രേഡ് ഉണ്ടാവുള്ളൂ. ആ സമയം മാത്രം എടുത്താൽ മതി. ഒരു മാസം അനാലിസിസ് ചെയ്യാൻ സമയം കൊടുക്കുക. ഇപ്പോൾ കോമൺ ആയിട്ട് പറഞ്ഞ മിസ്റ്റേക്കുകളിൽ ഇതും ഉണ്ട് കേട്ടോ. ചാടി നിൽക്കുന്ന ആൾക്കാർ അതൊരിക്കലും രക്ഷപ്പെടില്ല, ഒരിക്കലും പ്രോഫിറ്റിക്കും വരില്ല, ക്യാപിറ്റൽ പോവുകയും ചെയ്യും. ഈ 3 സംഭവം നടന്നിരിക്കും. മനസ്സിലായില്ലേ? പല ഗ്രൂപ്പിലും ചാടി പോകുമ്പോൾ പ്രശ്നമാണ്. ഞാനാണ് എൻ്റെ ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യണത്, അപ്പോൾ എനിക്കറിയാം എന്തൊക്കെയാണ് ഓരോ ട്രേഡിന് സംഭവിക്കണമെന്ന്. അതുപോലെ എല്ലാ ഗ്രൂപ്പിലും അതിൻ്റേതായ ഓണേഴ്സ് ഉണ്ട്. അവർക്കറിയാം ഈ ട്രേഡ് എങ്ങനെ എടുക്കേണ്ടത്, ഈ ട്രേഡ് എങ്ങനെ എക്സിറ്റ് അടിക്കേണ്ടത് എല്ലാം അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടണോടത്ത് നിങ്ങൾ നിൽക്കുക. ഞാൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഞാൻ ഇന്നത്തെ അനാലിസിസ് കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ കാര്യങ്ങൾ. ഞാൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, നമ്മൾ ഇറങ്ങാനും എത്ര ക്യാനിൽ നോക്കണം, നമ്മൾ എക്സിറ്റ് അടിക്കുന്നത് എവിടെയാണ്, ഹോൾഡ് ചെയ്യണവർക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ വെറുതെ ഒരു സൈഡ് വൈസ് മാർക്കറ്റിൽ റിസ്ക് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത്രയുള്ളൂ കാര്യം. അപ്പോൾ മാക്സിമം എല്ലാവരും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഇത് കോമൺലി നടക്കുന്ന സംഭവമാണ് കേട്ടോ. നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ നടക്കേണ്ട ഈ പരിപാടി ഫ്രീ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. എനിക്കറിയാം നിങ്ങളെന്താ പെയ്ഡ് ഗ്രൂപ്പിൽ ഈ പരിപാടി ഒന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ പെയ്ഡ് ഗ്രൂപ്പിൽ എല്ലാ തരത്തിലുള്ള ട്രേഡ്സും കൊടുക്കാൻ വില്ലിങ്ങിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ട്രേഡ്സ് വേണം അതൊക്കെയും തരാൻ തയ്യാറാണ്. എൻ്റെ ഒരു കൺസെപ്റ്റുള്ള പരിപാടി. അതിൽ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ഇല്ല, അതിപ്പോഴേ പറയാം. ബാക്കി ഏത് സെഗ്മെൻ്റ് ആണെങ്കിലും, ഇപ്പോൾ ബിറ്റ് കോയിൻ എത്രയും ഗോൾഡ് ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ വില്ലിങ് ആണ്. പക്ഷേ ഇതിനൊക്കെ ഒരു ചെറിയ എമൗണ്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ഒന്ന് കയറുന്നു, അപ്പോൾ നിങ്ങൾക്ക് വേറെ ഗ്രൂപ്പിൽ കയറി നിങ്ങൾക്ക് വേറെ എടുക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് പോകും. പല ഗ്രൂപ്പിലും പലതാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് പൈസ കൊടുക്കണമെങ്കിൽ ആ സ്ഥലത്ത് മാത്രം ഇരിക്കാൻ നോക്കുക. എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിടാം, അത്ര ഉള്ള കാര്യം. എന്നെ ബാധിക്കുന്ന കേസൊന്നും അല്ല കേട്ടോ, ഞാനിത് പറയുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റി ചാർട്ടിൻ്റെ അവസ്ഥ. സൈഡ് വൈസ് ആണ്. ലാസ്റ്റ് ടൈമിലാണ് ഒരു മൊമെൻറ്റം വന്നത്. ആ മൊമെൻറ്റത്തിൽ ഒരു 20 പോയിന്റ് കിട്ടിയ ട്രേഡും ഉണ്ട് കേട്ടോ. ഒരു 1:2 ആക്റ്റീവായിട്ടുള്ള ഒരു ട്രേഡുണ്ട് കറക്റ്റായിട്ട്. പക്ഷേ വലിയ മൊമെൻ്റ് ഒന്നും അല്ല. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഒരു സപ്പോർട്ട് ബ്രേക്ക് ആക്കിയിട്ട് അടിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ക്യാൻഡിൽസ്. ഒരു സൈഡിലേക്ക് തന്നെയാണ് മൂവ്മെൻറ്റ് നടത്തണത്. ബാങ്ക് നിഫ്റ്റി രാവിലെ സാധാരണ ബാങ്ക് നിഫ്റ്റിയുടെ ആയിട്ട് കൊടുക്കാറില്ല, പ്രീമിയം കൂടുതലായതുകൊണ്ട്. പക്ഷേ രാവിലെ ഒന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു +20 ആവുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി കൊടുക്കാം നല്ല രീതിക്ക് വന്നപ്പോഴേക്കും. പിന്നെ അത് ബാങ്ക് നിഫ്റ്റി നല്ല രീതിക്ക് 250 പോയിന്റ് 300 പോയിന്റ് ബാങ്ക് നിഫ്റ്റി കയറി. പിന്നെ അത് കൊടുക്കാൻ പറ്റിയില്ല. ഈ സൈഡ് കൊടുത്താലും പ്രോഫിറ്റിൽ വരും കേട്ടോ. പിന്നെ ഞാൻ വിട്ടു ബാങ്ക് നിഫ്റ്റിയുടെ കേസ്. അല്ലെങ്കിൽ ഇന്നൊരു ടാർഗറ്റ് ഉറപ്പാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റി കുഴപ്പമൊന്നുമില്ല, ഒരു കാണിക്കുന്നുണ്ട്. സപ്പോർട്ടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. എന്നാലും എന്നൊക്കെ പറയാം. നിഫ്റ്റി അടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നൊക്കെ പറയാം. നമുക്ക് ഇത്രയും സ്ട്രൈക്കാണ് ഉണ്ടായിരുന്നത്. ഇത്രയും സ്ട്രൈക്കുകളിൽ 4 സ്ട്രൈക്കുള്ളൂ കേട്ടോ. നമുക്ക് ലാസ്റ്റ് 3 ഇല്ല, മുകളിൽ കിടക്കണ 4 ഉള്ളൂ. ഇത് 25,000 ആണ്. 25,000 നമുക്കുണ്ടായിരുന്ന ട്രേഡ് 194.20 194.20 നമ്മൾ ട്രേഡ് ആക്ടിവേറ്റ് ആവുന്ന ടൈം എന്ന് പറഞ്ഞാൽ 2 മണി കഴിഞ്ഞിട്ടാണ്. 2:15 അടുപ്പിച്ചിട്ടാണ് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആണ്. ഇന്ന് ആ ഒരു ട്രേഡാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് സൈഡിലേക്ക് കിട്ടിയിട്ടുള്ളൂ നിഫ്റ്റിയിൽ. അത് 2:15 ശേഷമാണ്. ഈ 2:15 ട്രേഡ് എടുക്കുമ്പോൾ ഒരു വോളാറ്റിലിറ്റി എന്ന് പറഞ്ഞ സംഭവം കൂടി ഉണ്ട്. അത് നല്ല രീതിക്ക് വരും. മൊമെൻറ്റം വരുന്ന പോലെ തന്നെയാണ്. മൊമെൻറ്റം ഹൈ സ്പീഡിൽ വരുന്ന പോലെ തന്നെ വോളാറ്റിലിറ്റിയും ഹൈ സ്പീഡിൽ വരും. പക്ഷേ അതൊരു സേഫ് എൻട്രി തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവണം. റെഡ് ക്യാനിലൊരു ട്രേഡ് ആക്ടിവേറ്റ് ആയി. ബോഡി ലോസ് മുകളിലാണ്.
ഇപ്പോഴും ബോഡി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പ്രൈസ് ഇതാണ്, 194.20. അതിൻ്റെ മുകളിൽ ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്തു, റെഡ് ക്യാൻഡിൻ്റെ ബോഡി ലോസ് അടിയിൽ വന്നു. ബോഡി ലോസ് വന്നത് 196. പിന്നെ ഞാൻ പറഞ്ഞ പ്രൈസ് 194. അപ്പോൾ റെഡ് ക്യാൻഡിൻ്റെ ബോഡി ലോസ് 196. ഞാൻ പറഞ്ഞത് 194 മേടിക്കാൻ. അപ്പോൾ നമുക്ക് ലിമിറ്റിൽ മേടിക്കാം, അല്ലെങ്കിൽ അടിയിൽ നിന്ന് മേടിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 2-3 മിനിറ്റ് ടൈം ഒരു 5 മിനിറ്റ് ടൈം കൂടിയുണ്ട് നമുക്ക് ലിമിറ്റിൽ മേടിക്കാൻ. ഈ ട്രേഡ് ഒരു 20 പോയിന്റ് ഡയറക്റ്റ്ലി പോയിട്ടുള്ള ട്രേഡാണ്. ഒറ്റ ക്യാൻഡിൽ 20 പോയിന്റ് പോയിട്ടുള്ള ട്രേഡും കൂടി എന്ന് പറയാൻ വേണമെങ്കിൽ. ഇപ്പോൾ എവിടെയും പ്രോഫിറ്റ് കിട്ടാത്തവർക്ക് കൂടെ കിട്ടും, അത് വേറെ കാര്യം. നമ്മൾ കണ്ടീഷൻ നോക്കുക കാര്യമായിട്ട്, എന്താണ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കുക. ഇതൊന്നും പഠിക്കാണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടും കാര്യമില്ല, ട്രേഡിങ്ങിൽ ഇരുന്നിട്ടും കാര്യമില്ല. പിന്നെ ഉണ്ടായത് 2 കോസ്റ്റ് എക്സിറ്റാണ്. നമുക്ക് 82,300 ഇതൊക്കെ പെയ്ഡിൽ കിട്ടിയ ട്രേഡ് തന്നെയാണ് കേട്ടോ. മറ്റേതും പെയ്ഡിൽ കിട്ടിയത്, നേരത്തെ കാണിച്ചതും പെയ്ഡ് കിട്ടിയ ട്രേഡ് തന്നെയാണ്, ഇതും പെയ്ഡിൽ കിട്ടിയ ട്രേഡ് തന്നെയാണ്. പക്ഷേ ഈ സംഭവമൊക്കെ 2 ട്രേഡും വന്നിട്ടുണ്ട്. 2 കോസ്റ്റ് എക്സിറ്റാണ്. 10 ക്യാൻഡിൽ നോക്കാൻ പറഞ്ഞു, നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് 2 ചെയ്തത് ഞാൻ. റിസ്ക് ഉണ്ട് അവിടെ, അതുകൊണ്ടാണ്. ഇത് 10 ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഇതിന് മുകളിൽ പോയി, ഒരു 1:1 മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതൊരു 10 ക്യാൻഡിൽ കഴിഞ്ഞിട്ട് അടിയിലേക്ക് വരെ ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിൽ SL ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിൽ ഈ ഫസ്റ്റ് ട്രേഡിൽ പ്രോഫിറ്റും വരും. അങ്ങനെയാണ് സെറ്റപ്പ്. പക്ഷേ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 10 ക്യാൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രോഫിറ്റ് വരുന്ന ട്രേഡുകൾ സെറ്റപ്പുകളൊക്കെ വരും. നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ബാക്കി ഇഗ്നോർ ചെയ്യാൻ പഠിച്ചാൽ തന്നെ കുറേ സക്സസ് റേറ്റിക്ക് വരാം കേട്ടോ. പിന്നെ ക്യാൻഡിൽസ് അടിയിൽ പോയ ശേഷം തിരിച്ച് 344.90 എടുക്കാമെന്നൊക്കെ ഉണ്ട്. ഒരു റീ എൻട്രി പോലത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതെടുത്തവർക്ക് ഉണ്ടെങ്കിൽ അത് ഫുൾ ടാർഗറ്റാണ് കേട്ടോ. ഈ സംഭവം 344-ന് 544 വരെ പോയിട്ടുണ്ട്. പക്ഷേ ഗ്രൂപ്പിൽ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞിരുന്നില്ല. ഈ ഗ്രൂപ്പിൽ പറഞ്ഞ ലെവല് ഇതാണ്, ഇവിടെയാണ് പറഞ്ഞത് 388. എന്ന് വെച്ചാൽ ഇവിടെയാണ് അതിൻ്റെ ഒരു വേറൊരു മൊമെൻ്റ് ഞങ്ങൾക്ക് നോക്കിയിരുന്നത്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റെഡ് ക്യാൻഡിൽ ക്ലോസിങ് മുകളിൽ വന്നിട്ടില്ല. അതൊരു പ്രശ്നമായി, വിട്ടുകളാണ്ട് വന്നു. ഇനി മുകളിൽ തീയിട്ട് എടുത്താലും മതി. 442 കൊടുത്തിട്ടുള്ള ലെവൽ തന്നെയാണ്. അവിടെ എടുത്തെങ്കിൽ ഒറ്റയടിക്കുള്ള മൊമെൻ്റാണ്. 442 540 പോയിന്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ട്രേഡ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്. മാക്സിമം റെഡ് ക്യാൻഡിൽ നോക്കുക. റെഡ് ക്യാൻഡിൽ വരുന്നില്ല, റെഡ് ക്യാൻഡിൽ ബോഡി ലോസൊക്കെ അടിയിൽ ലോസ് ചെയ്തു, അതൊന്ന് ഇഗ്നോർ ചെയ്യുക. ക്യാൻഡിൽ പോണെങ്കിൽ പൊക്കോട്ടെ മുകളിലേക്ക്. എൻ്റെ പിന്നാലെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ക്യാൻഡിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് പണി കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞോളൂ, ഈ 2 കോസ്റ്റ് ആണെന്ന്. നിങ്ങൾ SL കൊടുക്കാൻ മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ SL ആണ് കേട്ടോ. രണ്ടാമത്തെ ട്രേഡ് SL ആണ്. ഇനിയിപ്പോൾ ഇതിലും SL പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് SL ആണ്. അത്ര ഉള്ള കാര്യം. പക്ഷെ ഞാൻ വ്യക്തമായിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്, 10 ക്യാൻഡിൽ നോക്കുക, പ്രശ്നമാണ്, റിസ്ക് ഉണ്ട്, ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ളത്. 10 ക്യാൻഡിൽ നമുക്ക് SL അടിക്കില്ല. 2 കോസ്റ്റിൽ ഹിറ്റായിട്ടുള്ള സംഭവമാണ് 2. നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഇടാണ് കേട്ടോ. അത് 20 പോയിന്റ് അടുത്ത് പോയിട്ടുണ്ട്. ഒരു 17-18 പോയിൻ്റാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. 18 പോയിൻ്റൊക്കെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് ഒന്നാണത്. ഇതിലെല്ലാവർക്കും ഈ ഒറ്റ ട്രേഡാണ് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയത് കേട്ടോ. 25.050C 250C ഒറ്റ ട്രേഡാണ് നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയത്. ഇത് 2 ഉണ്ട് കാര്യം. ഒന്നാമത്തെ കേസ് ബൈയേഴ്സ് ലോസ് ചെയ്തു, അത് ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്തു, റെഡ് ക്യാൻഡിൻ്റെ അടിയിൽ ബോഡി ലോസ് ചെയ്തു. നമുക്ക് എടുക്കാൻ പറ്റില്ല, മനസ്സിലായ? ഗ്രീൻ ക്യാൻഡിൽ അവിടെ ലോസ് ചെയ്തു, റെഡ് ക്യാൻഡിൻ്റെ അടിയിൽ ലോസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടില്ല. റിസ്ക് ഉണ്ട്, അത് കണ്ടിട്ട് വേണം. റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെയും ഇതേ ഗ്രീൻ ക്യാൻഡിൽ ലോസിങ് റെഡ് ക്യാൻഡിൽ റിജക്ഷൻ നോക്കണം. ഈ റെഡ് ക്യാൻഡിലൂടെ വന്നിട്ടുണ്ട്, ട്രേഡ് ആക്ടിവേറ്റ് ആയി. പക്ഷെ 161 നമ്മൾ പറഞ്ഞത് 156. അപ്പോൾ 5 രൂപ വ്യത്യാസം. 5 രൂപ വ്യത്യാസം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. നിങ്ങൾ 10 പോയിൻ്റാണ് ഇടുന്നത്, നിങ്ങൾക്ക് 156 ട്രേഡ് എടുത്തു, അല്ലെങ്കിൽ 161 ട്രേഡ് എടുത്തു. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ SL 151. അത് ലിമിറ്റിൽ വന്ന് കുറച്ച് അടിയിലേക്ക് വന്ന വരെ നിങ്ങളുടെ SL പോകും. അങ്ങനെയൊന്നും വന്നതിന് പ്രശ്നമില്ല. ഒരു ക്യാൻഡിൽ കണ്ടിട്ടില്ലേ, ഈ ഒറ്റ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ഇത് കറക്റ്റായിട്ട് അടിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഈ റെഡ് ക്യാൻഡിൽ നിങ്ങൾ ഔട്ടാണ്, മനസ്സിലായ? കറക്റ്റ് ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെ പ്രൊട്ടക്റ്റ് ആയി നിൽക്കണം. 10 പോയിൻ്റ് SL ഇട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തവർ, അഗ്രസീവായിട്ട് എടുത്തവർക്ക് ഒറ്റ ക്യാൻഡിൽ 14 പോയിൻ്റ് പോയിട്ടുണ്ട്. ഈ ഒറ്റ ക്യാൻഡിൽ 14 പോയിൻറ്റിൻ്റെ 1:1 പിന്നത്തെ ഒരു സെറ്റപ്പ് ഉള്ളത്, ഇപ്പോൾ ക്യാൻഡിൽസ് മുകളിലാണ്, നമുക്ക് ലിമിറ്റഡ് എടുക്കും വേണം. എന്നാൽ മുകളിലാണ് ഡിമാൻഡ് നോക്കിയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ 4 മിനിറ്റിൽ ക്യാൻഡിൽ അടിയിലേക്ക് വന്നിട്ടുണ്ട്. ട്രേഡ് ആക്ടിവേറ്റ് ആയി, ഗ്രീൻ ക്യാൻഡിൽ വന്നു, പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ, പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ, 4ാമത്തെ റെഡ് ക്യാൻഡിൽ ലിമിറ്റിലാണ്, മനസ്സിലായത്? കറക്റ്റ് ലിമിറ്റിൽ വന്നു. നമുക്ക് ലിമിറ്റഡ് ട്രേഡ് ആക്ടിവേറ്റ് ആവും. ട്രേഡ് എടുക്കാം, നിങ്ങൾ ലിമിറ്റഡ് ആവും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ലിമിറ്റഡ് ട്രേഡ് ആക്ടിവേറ്റ് ആവും.
പിന്നെ നേരെ പോയിട്ട് ഒരു 15 പോയിന്റ് 17 പോയിന്റ് അത് 18 പോയിന്റാണ് മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ട്രേഡ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇവിടുത്തെ വേറെ ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 17 പോയിന്റ് 15 പോയിന്റ് കിട്ടി, നിങ്ങൾ ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കോസ്റ്റ് മാനേജ് ചെയ്യുക. റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്ത് റിസ്കിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി പ്രോഫിറ്റ് വേണം എന്നുള്ള ആൾക്കാർ 2 ലോട്ട് എടുക്കുക. 2 ലോട്ട് എടുക്കുമ്പോൾ 15 പോയിന്റ് പോയ ശേഷം 1 ലോട്ടിന് വിൽക്കുക, 1 ലോട്ടിന് SL തന്നെ വെക്കുക. മനസ്സിലായില്ലേ? ബാക്കി മാർക്കറ്റ് തീരുമാനിക്കും. SL അടിക്കണോ നല്ല പ്രോഫിറ്റിക്ക് പോകണോ എന്നൊക്കെ മാർക്കറ്റ് തീരുമാനിക്കും. പക്ഷേ 1 ലോട്ടിൽ 1 ലോട്ട് ചെയ്യുമ്പോൾ റിസ്ക്കാണ്. നിങ്ങൾ കോസ്റ്റ് മാനേജ് ചെയ്യാമെന്ന് മാത്രം. ഞാൻ പറയണത് ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റിക്ക് വരാം. അതിനൊരു തർക്കമില്ല കാര്യത്തിൽ. നല്ല രീതിക്ക് ആൾക്കാർ ഇവിടെ അത്യാവശ്യം ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്ത് പ്രോഫിറ്റിലിരിക്കുന്നവരുണ്ട്. അതാണ് പറയണത് ഞാൻ. നിങ്ങൾക്ക് പ്രോഫിറ്റിലിരിക്കണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിയാക്കേണ്ടത്, ഇങ്ങനെയാണ് ശരിയാക്കേണ്ടത്. ഈ സൈക്കോളജി പഠിക്കാൻ വേണ്ടി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ട്രേഡിങ്ങിനെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരിക. ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യണം. എടുക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് എടുക്കണം. SL മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യണം. കറക്റ്റ് SL പ്രോപ്പറായിട്ട് ഇറങ്ങണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്നാലാണ് സക്സസ് റേറ്റ് വരുള്ളൂ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിനോട് പറയണതാണ്. നിങ്ങൾക്ക് എന്താണ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്ന ട്രേഡ് 82,400C ആണ്. 82,400C ഇതൊരു എക്സാക്റ്റ് 1:2 മുകളിൽ പോയിട്ടുള്ള ട്രേഡാണ്. പക്ഷേ ഈ ട്രേഡ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്നൊക്കെ എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ പ്രോഫിറ്റ് കാണും. പക്ഷെ ഒരു വിൽക്കില്ല. എന്ത് ചെയ്യാനാ, ഒന്നും പണ്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഈ ട്രേഡ് നിങ്ങൾ മുകളിൽ നിന്നൊക്കെ എടുക്കും. നേരത്തെ പറഞ്ഞ അതേ സെറ്റപ്പ് തന്നെയാണ്. നമുക്ക് എന്താണ് ലിമിറ്റ്, എവിടെയാണ് എടുക്കേണ്ടത് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ഗ്രൂപ്പിലൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ പല വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്, വോയിസ് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ എടുക്കുകയാണ്. ഇന്ന് ലോസുകളുള്ളവരുണ്ട് കേട്ടോ. അതാണ് പറയണത്. ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് റെഡി ആകാൻ പറ്റുമെങ്കിൽ റെഡി ആക്കുക. പതുക്കെ റെഡി ആക്കാനാ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ റെഡി ആക്കുക. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാശ് പോയിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ കറക്റ്റായിട്ട് റെഡി ആക്കുള്ളൂ. അതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു തത്വം. നിങ്ങൾക്ക് അത്യാവശ്യം കാശ് പോയിട്ടോ ട്രേഡിങ്ങിൽ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇതൊക്കെ ശരിയാക്കും. നിങ്ങൾക്ക് കാശൊന്നും പോയിട്ടില്ല, നിങ്ങളിപ്പോഴും ഫ്രീ ആണ്. കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാർ ശ്രദ്ധിക്കില്ല. മനസ്സിലായി? ശ്രദ്ധ ഉണ്ടാവില്ല. ആ ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാശ് പോകാണ്ടിരിക്കാൻ പറ്റും. ഇനീഷ്യൽ സ്റ്റേജിൽ മിക്ക ട്രേഡേഴ്സിനും കാശ് പോയിട്ടുള്ളവരാ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് മുമ്പിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാശ് പോകാണ്ടിരിക്കാനുള്ള പരിപാടി പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ കാശ് കളയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഇപ്പോൾ ഈ ട്രേഡ് എങ്ങനെ എടുക്കണം? ഇപ്പോൾ നേരത്തെ ഞാൻ ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഇപ്പോൾ ഇത് സെൻസസ് ആണ്. സെൻസസിൽ നമുക്ക് ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി. പിന്നെ ഇത് കുറച്ച് ഒരു 6 പോയിന്റ് വ്യത്യാസത്തിന് വന്നതാണ്. 306 ഓടിക്കാൻ പറഞ്ഞു, 312 വരെ വന്നു. അപ്പോൾ 6 പോയിന്റ് വ്യത്യാസം. സെൻസസിൽ 6 പോയിന്റ് വ്യത്യാസം ചെറിയ വ്യത്യാസമല്ല. മനസ്സിലായില്ലേ? നിഫ്റ്റിയിൽ നമ്മൾ 1 രൂപ 2 രൂപ വ്യത്യാസം എടുക്കുന്ന പോലെയാണ് സെൻസസിൽ 6 പോയിന്റ് 10 പോയിന്റിലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളോട് നെസ്സിൽ 40 പോയിന്റ് സെൻസസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് 6 പോയിന്റിനൊക്കെ എന്ന് പറഞ്ഞാൽ 1 ഡിമാൻഡ് പ്രൈസാണ്. അത്രയും വോളാറ്റിലായിട്ടുള്ള മാർക്കറ്റ് സെൻസസ്. അപ്പോൾ 1 ഡിമാൻഡ് പ്രൈസിന് കിട്ടുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റും. അത് അങ്ങനെയൊക്കെയാണ് പിക്ക് ചെയ്യേണ്ടത്. 1:2 ഒക്കെ ഈസി ആയിട്ട് 1 വേയിൽ പോയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ ലോസ് ഞാൻ പറയില്ല കേട്ടോ. അത് ഞാൻ പറയാലോ. നിങ്ങൾ ലോസ് പറഞ്ഞാലും ഞാൻ പറയില്ല. നിങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ കണ്ടീഷൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസുകൾ വരും. നമ്മൾ ലോസുള്ള കാര്യം ലോസ് തന്നെ പറയുള്ളൂ കേട്ടോ. ഞാൻ അതും പറയാം. കറക്റ്റായിട്ട് ട്രേഡ് എടുക്കാൻ നോക്കുക. എന്നാലാണ് നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് വരുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ട്രേഡിങ് സംഭവിച്ചത്. ലോസിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ലോസിൻ്റെ ആവശ്യമില്ല. ലോസ് പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പണ്ട് കാര്യമില്ല. ഇന്ന് സൈഡ് വൈസ് ആയിട്ടും നമുക്കൊരു 5 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇത്ര നേരം പറഞ്ഞാൽ 5 ട്രേഡ് 6 ട്രേഡ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓപ്പർച്യൂണിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് കറക്റ്റ് എൻട്രി പ്രൈസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാറാണ്. എന്നാലേ നമുക്ക് ഓപ്പർച്യൂണിറ്റി മനസ്സിലാവുള്ളൂ. എവിടെ ഓപ്പർച്യൂണിറ്റി ഇരിക്കണമെന്ന്. ഓപ്പർച്യൂണിറ്റി മനസ്സിലാവാത്ത ആൾക്കാരാണ് ഈ കിടന്ന് ഓടിക്കൊണ്ട് വെക്കുന്നത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഇത് കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട്.
എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കണത്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഞാൻ കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാം. അതിന് അത്യാവശ്യം ഫീ ഉണ്ട്. പക്ഷെ നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ ലൈഫിലേക്ക് ഉപകാരം തന്നെയായിരിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളിപ്പോൾ എൻ്റെ കോഴ്സ് പഠിച്ചു, നാളെ കയറി പ്രോഫിറ്റിക്ക് പോകാമെന്നൊന്നുമില്ല. ആ സംഭവം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും, നിങ്ങൾക്ക് പ്രോഗ്രസീവ്ലി ഈസി ആയിട്ട് പ്രോഫിറ്റിക്ക് വരാൻ പറ്റും. അതാണ് ആ കോഴ്സിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ആ കോഴ്സിൽ ഒരിക്കലും എന്താണ് ട്രേഡിങ്, എന്താണ് ഈ പാറ്റേൺ, അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ ഒരു റൈസിങ് സ്റ്റാർ, അല്ലെങ്കിൽ മറബോസ്, ഡോജി, ക്യാൻഡിൽസ് എന്താണ്, ഇതൊന്നും അല്ല അവിടെ പഠിപ്പിക്കണത്. ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റും, പറ്റായിക്കൊന്നുമില്ല. ട്രേഡിങ്ങിലെല്ലാം പറ്റുന്ന സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ഓർഡർ ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ആണ്, അതൊക്കെയാണ് പഠിപ്പിക്കണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈക്വൽ ഹൈ, ഈക്വൽ ലോ, ഇതൊന്നല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഇങ്ങനത്തെ ഒരു മെത്തേഡൊന്നും അല്ല ഫോളോ ചെയ്യണത്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു പ്ലാനിലുള്ള ഒരു മെത്തേഡാണത്. അത് തികച്ചും പുതിയതാണ്. നമുക്ക് അത് ഞാൻ നോക്കിയിരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, മനസ്സിലായില്ലേ. നിങ്ങളെപ്പോലെ ലോസുകൾ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡിമാൻഡ് പ്രൈസാണ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിൽ പോയാലും നിങ്ങൾക്ക് ഡിമാൻഡ് പ്രൈസൊക്കെ കിട്ടുള്ളൂ. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 10 to 20 ഇടയിൽ നിങ്ങൾ വാങ്ങിച്ചോ, അതാണ് ഡിമാൻഡ് വരട്ടെ. അപ്പം അങ്ങനത്തെ ഗ്രൂപ്പിൽ ഞാനും കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ ഡെവലപ്പ് ആവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് എക്സാക്റ്റ് പോയിന്റിന് കയറാൻ പറ്റണം. അതാണ് എല്ലാവരും ആഗ്രഹം. നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും എക്സാക്റ്റ് പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര SL ആണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ. ഞാൻ അവിടെ SL പറയുന്നുണ്ട് 10 പോയിന്റ് നിഫ്റ്റിയിൽ. എങ്ങനെ എൻട്രി എടുക്കണം, എക്സാക്റ്റ് എൻട്രി പ്രൈസ് പറയുന്നുണ്ട്. ഇപ്പോൾ 100 രൂപയാണെങ്കിൽ 100 രൂപ തന്നെ പറയും, അല്ലെങ്കിൽ 100.50 പൈസ ആണെങ്കിൽ 100.50 പൈസ തന്നെ പറയും. അവിടെയാണ് എൻട്രി വരുന്നത്. എങ്ങനെ എൻട്രി എടുക്കണം എന്ന് പറയുന്നുണ്ട്. അതാണ് ഗ്രീൻ ക്യാൻഡിൽ ഓപ്ഷൻ, റെഡ് ക്യാൻഡിൽ റിജക്ഷൻ. എപ്പോൾ എക്സിറ്റ് അടിക്കണം അതും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ കിട്ടാത്തത്, എല്ലാം കിട്ടുന്നുണ്ട് അവിടെ. എക്സിറ്റ് എങ്ങനെ അടിക്കണം, 10 ക്യാൻഡിൽ എക്സിറ്റ് അടിക്കണം. 10 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ ചിലപ്പോൾ 1 മിനിറ്റിൽ 2 മിനിറ്റിൽ ഹോൾഡ് വിറ്റ് പോകുന്ന ആൾക്കാരായിരിക്കും, സെല് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. 10 മിനിറ്റിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരും കേട്ടോ. ഞാൻ തമാശക്ക് പറയണതല്ല. 10 മിനിറ്റിൽ ഫുൾ ടാർഗറ്റ് വരുന്ന ഇഷ്ടം പോലെ ട്രേഡറുണ്ട് എൻ്റെ കയ്യിൽ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ പറഞ്ഞു. നിങ്ങൾ ബാക്കിലത്തെ വീഡിയോസ് എടുത്ത് നോക്കി നോക്കുക. 1 മിനിറ്റിൽ ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡുണ്ട്, 4 മിനിറ്റിൽ, 3 മിനിറ്റിൽ, 5 മിനിറ്റിൽ വന്ന ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡുണ്ട്. ഈ ഫുൾ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ 50 പോയിന്റാണ്, സെൻസസിൽ 200 പോയിന്റാണ്. അപ്പോൾ ഇത്രയും പോയിന്റ് ഫുൾ ടാർഗറ്റ് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യണ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മൊമെൻ്റാണ്. മൊമെൻ്റത്തിലാണ് ട്രേഡ് ചെയ്യണത്. ഞാൻ തരുന്ന ഓരോ ട്രേഡും, ഞാൻ തരുന്ന ഓരോ പ്രൈസും മൊമെൻ്റം ഇരിക്കണ പ്രൈസുകളാണ്. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയ മൊമെൻ്റം വരും ഈസി ആയിട്ട്. ഇപ്പോൾ എത്ര ആക്യുറസി ഉണ്ടെന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരു 10ൽ 8 ആക്യുറസി ഉണ്ടാവുള്ളൂ. SL എന്തായാലും വരും കേട്ടോ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യണത് സെല്ലേഴ്സിൻ്റെ എതിരെയാണ്. സെല്ലേഴ്സ് ഷോർട്ട് ചെയ്ത് വെക്കണ പൊസിഷൻസിലാണ് നമ്മൾ ബൈ ചെയ്യണത്. അപ്പോൾ SL എന്തായാലും വരും. പക്ഷേ ഞാൻ പറയണത് 10ൽ 8 ആക്യുറസി എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതെൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫ്രീ ഗ്രൂപ്പിൽ കയറുക, ട്രേഡ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ കണ്ടു നോക്കുക, അല്ലെങ്കിൽ പെയ്ഡ് ഗ്രൂപ്പിൽ കയറിയിട്ട് ഡെയിലി ഉള്ള ട്രേഡുകൾ കാണുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ട്രേഡ് എടുക്കണ്ട, പെയ്ഡ് ഗ്രൂപ്പിൽ ഫീ ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്കൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഈസി ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്ത് പോയ ഒരാൾ, സ്റ്റഡിക്ക് ഇതൊരു ഫീ ഉണ്ട്, അതിൻ്റെ 10 മടങ്ങ് ഒറ്റ ട്രേഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫീയുടെ 10 മടങ്ങ്, അതായത് 1.5 ലക്ഷത്തിനടുത്താണ് ആളുടെ പ്രോഫിറ്റ് വന്നതാണത് ഒറ്റ ട്രേഡിൽ കേട്ടോ. 4 ലോട്ടിലോ 5 ലോട്ടിലോ ആണ് അത്രയും പ്രോഫിറ്റ് വന്നതാണത്. അപ്പോൾ അതൊക്കെ ഈസിയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ക്രൂഡ് ഓയിൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഇത്രയും വോളറ്റിലായിട്ടുള്ള സെഗ്മെൻറ്റും താല്പര്യമില്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ചെയ്യാം. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആണ് അത് ചെയ്യണത്. ഫ്രീ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, പെയ്ഡ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ സെഗ്മെൻ്റ് അല്ല, അത് വോളറ്റിലല്ല, വളരെ ഈസിയാണ്. ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരു വഴിക്കേ പോകുള്ളൂ. കുറേ നേരത്തേക്ക് കേട്ടോ, എപ്പോഴും എന്നല്ല. ഒരു ദിവസം ഫുള്ള് ഒരു വഴിക്ക് പോകുന്നല്ല, ഒരു ടൈം കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. പക്ഷേ നമുക്ക് മാക്സിമം അതൊരു വഴിക്കേ പോവുള്ളൂ. അപ്പോൾ ഈസിയായിട്ട് പ്രോഫിറ്റിക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെഗ്മെൻറ്റുകളൊക്കെ ട്രേഡ് ചെയ്യുക. പിന്നെ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് പറയുക.
ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ടിപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻഡിഡ്സോ പഠിക്കണം അറിയണം. ഇപ്പോൾ നിങ്ങൾ പെയ്ഡ് ചെയ്യണ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, പെയ്ഡായിട്ട് പഠിക്കണ കുറേ കാര്യങ്ങൾ, അതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരാം കേട്ടോ. ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്ത് സബ്ജക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളതൊരു ഫ്രീ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. നിങ്ങൾ 5000 കൊടുത്തിട്ടാണെങ്കിലും 10000 കൊടുത്തിട്ടാണെങ്കിലും ഇപ്പോൾ പഠിക്കണ കോഴ്സുകൾ അവിടെ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കോഴ്സ് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. ഞാനത് വീഡിയോ ആയിട്ട് നമുക്ക് ശനിയാഴ്ച ഞായറാഴ്ച. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ ചൊവ്വാഴ്ചയാണ്. അടിപൊളി ട്രേഡുകളൊക്കെ ആവട്ടെ, നല്ല മാർക്കറ്റ് മൊമെൻറ്റം വരട്ടെ. നല്ല മൊമെൻറ്റം ഉണ്ടെങ്കിൽ നല്ല ടാർഗറ്റുകൾ വരും. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.